പ്രപഞ്ചത്തിന്റെയും രഹസ്യപേടകങ്ങൾ തുറന്ന പ്രതിഭ. ALS എന്ന രോഗം ശാരീരികമായി തളർത്തിയിട്ടും ചക്രക്കസേരയിലിരുന്നു കൊണ്ട് നീണ്ട വർഷങ്ങൾ പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തിയ വ്യക്തി. ശാസ്ത്രലോകത്തിന് അദ്ദേഹം പുതിയ വെളിച്ചമാണ് പകർന്നത്. ഐൻസ്റ്റീനോടൊപ്പം പരിഗണിക്കപ്പെട്ട ഭൗതിക ശാസ്ത്രജ്ഞൻ. പ്രവചന സ്വഭാവമുള്ള അദ്ദേഹത്തിന്റെ അനശ്വരവും അമൂല്യവുമായ ജീവിതകഥയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ജനുവരി 2 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫഡിലാണ് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ജനിച്ചത്. ഗലീലിയോയുടെ മരണത്തിന് കൃത്യം 300 വർഷത്തിനു ശേഷം. മാതാപിതാക്കൾ ലണ്ടനിലായിരുന്നു താമസം. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പിതാവ് ഒരു യോർക്കുകാരനായിരുന്നു. ധനവാനായ ഒരു കൃഷിക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ. ഇവർക്ക് സ്റ്റീഫനെ കൂടാതെ 3 മക്കൾ കൂടി ഉണ്ടായിരുന്നു. ഫിലിപ്പ്, മേരി, എഡ്വാർഡ് എന്നിവരായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കുട്ടികളുടെ സുരക്ഷിതത്വം മുൻനിർത്തി അവർ ഓക്സ്ഫോർഡിലേക്ക് താമസം മാറ്റി. സ്റ്റീഫന്റെ ആദ്യകാല പഠനം ലണ്ടനിലെ ഹൈഗേറ്റിലുള്ള ബൈറൽ ഹൗസ് സ്കൂളിലായിരുന്നു. സ്കൂൾ പഠനകാലത്ത് അത്ര മികച്ച വിദ്യാർത്ഥിയൊന്നും ആയിരുന്നില്ല സ്റ്റീഫൻ. ഏതാനും മാസം അദ്ദേഹം സെന്റ് ആൽബൻസ് ഹൈസ്കൂൾ ഫോർ ഗേൾസിലും പിന്നെ ഒരു വർഷം റാഡ്ലറ്റ് സ്കൂളിലും പഠിച്ചു. 1952 അദ്ദേഹം സെന്റ് ആൽബൻസ് സ്കൂളിൽ ചേർന്നു. ഇവിടെ നിന്ന് 11ാം ക്ലാസ് പാസ്സായി. ഒരു വർഷം നേരത്തെ തന്നെ അദ്ദേഹം 11ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയിരുന്നു. വിദ്യാഭ്യാസത്തിന് ഉന്നത സ്ഥാനം നൽകിയിരുന്ന കുടുംബമായിരുന്നു ഹോക്കിങ്ങിൻ്റേത്. അച്ഛൻ സ്റ്റീഫനോട് പ്രശസ്തമായ വെസ്റ്റ്മിൻസ്റ്റർ സ്കൂളിൽ ചേർന്ന് വിദ്യാഭ്യാസം തുടരാൻ ആവശ്യപ്പെട്ടെങ്കിലും സ്കോളർഷിപ്പ് പരീക്ഷാ ദിവസം സ്റ്റീഫൻ അസുഖബാധിതനായി. പരീക്ഷയ്ക്ക് പോകാനായില്ല. സ്കോളർഷിപ്പ് ഇല്ലാതെ അവിടുത്തെ സ്കൂൾ ഫീസ് ഈ കുടുംബത്തിന് താങ്ങാനാകുമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം സെന്റ് ആൽബൻസിൽ തുടർന്നു. അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ സൗഹൃദ വലയത്തിൽ നിന്നും പുറത്തു കടക്കാതിരിക്കാൻ ഇക്കാര്യം സഹായിച്ചു എന്ന് പറയാം. സ്കൂൾ പഠനകാലത്ത് അദ്ദേഹത്തെ കുട്ടികൾ ഐൻസ്റ്റീൻ എന്നാണ് വിളിച്ചിരുന്നത്. പഠന വിഷയങ്ങളിൽ അത്ര മികച്ച വിദ്യാർത്ഥിയായി അദ്ദേഹം അറിയപ്പെട്ടിരുന്നില്ല. 1959 തന്റെ 17ാം വയസ്സിൽ ഓക്സ്ഫോർഡിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ സ്റ്റീഫൻ സർവകലാശാല വിദ്യാഭ്യാസം ആരംഭിച്ചു. 1962 ഒക്ടോബറിൽ അദ്ദേഹം കേംബ്രിഡ്ജിലെ ട്രിനിറ്റി ഹാളിലെത്തി. അവിടെ വെച്ച് ഒരു സുഹൃത്തുമൊത്ത് ഇറാനിലേക്കൊരു യാത്രയും നടത്തി. കേംബ്രിഡ്ജ് കാലം അദ്ദേഹത്തെ കാത്തിരുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. ഇക്കാലത്താണ് സ്റ്റീഫൻ രോഗബാധിതനാകുന്നത്. 1963 അതായത് സ്റ്റീഫന്റെ 21ാം വയസ്സിൽ സ്റ്റീഫനെ ബാധിച്ചിരിക്കുന്ന അസുഖം അമോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ് ആണെന്ന് തിരിച്ചറിഞ്ഞു. മാംസപേശികളെ നിയന്ത്രിക്കുന്ന നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനം തകരാറിലാക്കുന്ന രോഗമായിരുന്നു അത്. അങ്ങനെ മാംസപേശികൾ പ്രവർത്തനരഹിതമായി. രോഗം തിരിച്ചറിഞ്ഞ ഡോക്ടർമാർ സ്റ്റീഫന് ഇനി 2.5 വർഷം കൂടിയേ ജീവിച്ചിരിക്കാനാവൂള്ളെന്ന് വിധിയെഴുതി. ഓക്സ്ഫോർഡിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു. പലപ്പോഴും കാൽ തട്ടിത്തടഞ്ഞു വീഴുമായിരുന്നു. സംസാരം സ്പഷ്ടമാകുമായിരുന്നില്ല. എന്നാൽ ഈ ലക്ഷണങ്ങളൊന്നും ആരുമായും അദ്ദേഹം പങ്കുവച്ചിരുന്നില്ല. ALS എന്ന അസുഖത്തിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് സ്റ്റീഫൻ എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചപ്പോൾ അത് സ്റ്റീഫനോ വീട്ടുകാർക്കോ താങ്ങാനായില്ല. സ്റ്റീഫൻ വിഷാദത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് തോന്നി. എന്നാൽ സ്റ്റീഫൻ നേരിട്ട് കണ്ടനുഭവിച്ച 1-2 കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനോനിലയെ തന്നെ മാറ്റിമറിച്ചു. രോഗം തിരിച്ചറിഞ്ഞ ആശുപത്രിയിലായ സ്റ്റീഫന്റെ അതേ മുറിയിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. രക്താർബുദം ബാധിച്ച ഒരാൾ. ആ സുഹൃത്തിനെ അപേക്ഷിച്ച് തന്റെ അവസ്ഥ എത്രയോ മെച്ചപ്പെട്ടതാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആശുപത്രിയിൽ നിന്നും വിടുതൽ നേടി വീട്ടിലെത്തിയ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതായി. അന്ന് കണ്ണു തുറന്നപ്പോൾ തനിക്ക് ഇനിയും ഈ ലോകത്തോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സ്റ്റീഫൻ എന്ന വ്യക്തിയെ ഇത്രയും പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനാക്കിയത് ഈ രോഗമാണെന്നു തന്നെ പറയാം. ALS എന്ന രോഗം തിരിച്ചറിയുന്നതിനു മുമ്പ് അദ്ദേഹം പഠനത്തിലത്ര താല്പര്യം കാണിച്ചിരുന്നില്ല. എന്നാൽ രോഗനിർണയത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ പഠനത്തിലായിരുന്നു. 1969 ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ചക്രക്കസേരയിലേക്ക് മാറി. 1970 ആയപ്പോഴേക്കും സഹായത്തിനാളില്ലാതെ ഒന്നും ചെയ്യാനാകില്ലെന്ന അവസ്ഥയിലേക്ക് മാറി. എന്നാൽ അപ്പോഴും അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനും സ്വന്തം കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാനും ആകുമായിരുന്നു.
ബാക്കിയെല്ലാത്തിനും സഹായം ആവശ്യമായി വന്നു. കൂടാതെ സംസാരവും അവ്യക്തമായി തുടങ്ങി. 1985 ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശബ്ദം പൂർണ്ണമായും നിലച്ചു. എന്നാലും അദ്ദേഹം ജീവിതത്തോട് പോരാടി. യന്ത്രത്തിന്റെയും സഹായികളുടെയും പിന്തുണയോടെ സ്റ്റീഫൻ എന്ന വ്യക്തി എഴുത്തും പ്രഭാഷണവും തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിൽ ശാസ്ത്ര വിഷയങ്ങൾ മാത്രമല്ല, പൊതുജനങ്ങൾക്കുള്ള വിഷയങ്ങളും ഉൾപ്പെട്ടിരുന്നു. രാഷ്ട്രീയമായും സാമൂഹികമായും പാരിസ്ഥിതികമായും ആകെ കുഴഞ്ഞുകിടക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യവംശം ഇനിയൊരു 100 വർഷം തികയ്ക്കുമോ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വലിയ ചർച്ചയായി. ഒരു ന്യൂക്ലിയർ യുദ്ധം, ജനിതകമാറ്റം വരുത്തിയ മനുഷ്യരാൽ സൃഷ്ടിക്കപ്പെട്ട വൈറസ് ആക്രമണം, ആഗോളതാപനം, ഇതുവരേക്കും ചിന്തിച്ചിട്ടില്ലാത്ത മറ്റപകടങ്ങൾ എന്നിവ എന്നും നമ്മെ കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ലോകത്തിലെ ജീവനുകൾ വരെ അവ മൂലം നശിച്ചു പോകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രപഞ്ചത്തിലെ അന്യഗ്രഹജീവികളുടെ സാമീപ്യത്തെക്കുറിച്ചും അദ്ദേഹം പലവട്ടം അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ അവയുമായി നമ്മൾ സമ്പർക്കത്തിലാകരുത്, അവർ ഭൂമിയിൽ നമ്മുടെ സ്രോതസ്സുകളെ ആക്രമിക്കും. കൊളംബസ് അമേരിക്കയിലെത്തിയതുപോലെയാകും അന്യഗ്രഹജീവികൾ ഇവിടെ എത്തിയാലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മരണത്തിന് തൊട്ടു മുമ്പ് 2018 ദ സെർച്ച് ഫോർ ന്യൂ എർത്ത് എന്ന ഡോക്യുമെന്ററിയിലായിരുന്നു ഭൂമിയുടെ അവസാനത്തെക്കുറിച്ചുള്ള തന്റെ പ്രവചനങ്ങൾ. 26-ാം വർഷത്തെക്കുറിച്ചായിരുന്നു ഹോക്കിങ്ങിന്റെ അവിശ്വസനീയമായ വാക്കുകൾ. മനുഷ്യൻ ഭൂമിയെ ഉപയോഗിക്കുന്നതിൽ കാതലായ മാറ്റങ്ങൾക്ക് തയ്യാറായില്ലെങ്കിൽ ഭൂമിയൊരു ഭീമാകാരൻ തീഗോളമായി മാറും എന്നായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രവചനം. ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഹരിതഗൃഹവാതകങ്ങൾ എന്നിവയെല്ലാം ഭൂമിയുടെ വംശത്തിന് വഴിവെക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഭൂമിയിൽ മനുഷ്യന്റെ സുസ്ഥിരമല്ലാത്ത ഊർജ ഉപഭോഗത്തിന്റെയും അമിത ജനസംഖ്യയുടെയും അപകടങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഈ ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനം നടത്തിയത്. അതിവേഗം വളരുന്ന ജനസംഖ്യ ഭൂമിയെ അസഹനീയവും ചുട്ടുപൊള്ളുന്നതുമായ ഗ്രഹവും വാസയോഗ്യമല്ലാതാക്കി മാറ്റുകയും ചെയ്യുമെന്ന് ഹോക്കിംഗ് നിരീക്ഷിച്ചിരുന്നു. ഡോക്ടർമാർ പ്രവചിച്ചതിലും ഏറെ വർഷങ്ങൾ കഴിഞ്ഞ് 2018 മാർച്ച് 14-നാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്.